മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തുള്ള ബി റാംജി ബില്ലിനെതിരെ പാർലമെന്റ് കവാടത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ എംപിമാരാണ് പ്രതിഷേധിക്കുന്നത്. രാജ്യസഭ ബില്ല് പാസാക്കിയപ്പോൾ തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. ബൽറാം നെടുങ്ങാടി ഈ പ്രതിഷേധ സ്ഥലത്തു നിന്നും തത്സമയം ചേരുന്നു. ബൽറാം ബൽറാം. രാജ്യസഭയിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ ജി റാംജി ബില്ല് പാസാക്കിയത്. ഈ ബില്ലിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിടുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് പാർലമെന്റിന്റെ മകര കവാടത്തിൽ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധം ആണ് ഇപ്പോഴും തുടരുന്നത്. മുഴുവൻ പ്രതിപക്ഷ എംപിമാരും പുറത്തിറങ്ങി മുദ്രാവാക്യങ്ങൾ മുഴക്കി ഗാന്ധി ചിത്രങ്ങൾ ഉയർത്തിയാണ് ഈ മകര കവാടത്തിൽ പ്രതിഷേധിച്ചത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഭാ കവാടത്തിൽ തന്നെ പ്രതിഷേധം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ആരംഭിച്ച ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. TMC MP സാഗരിക ഘോഷിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. ഈ ബില്ല് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതാണ് ഈ ബില്ല് എന്നും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിന് 2022 മുതലുള്ള വിഹിതം നൽകിയിട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സഭാ കവാടത്തിൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. നേരത്തെ ഈ കാർഷിക നിയമങ്ങൾ പാസാക്കിയ ഘട്ടത്തിൽ സമാനമായ പ്രതിഷേധം പാർലമെന്റ് വളപ്പിനകത്ത് നടന്നിരുന്നു. രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങൾ അന്ന് നടത്തിയത്. അന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. അവരെ പലരെയും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ ഈ പാർലമെന്റ് വളപ്പിനകത്ത് തന്നെ തുടർന്ന് പ്രതിഷേധിച്ചത്. സമാനമായ പ്രതിഷേധത്തിനാണ് ഇപ്പോഴും ഈ സഭാ കവാടം സാക്ഷ്യം വഹിക്കുന്നത്. ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊപ്പം ചേർന്ന് ബൽറാം നെടുങ്ങാടിയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.